പരിശുദ്ധമായ ഉഹുദിന്റെ രണാങ്കണം. പരിശുദ്ധ ബദർ കഴിഞ്ഞു. ബദറിൽ പടവെട്ടി പരാജയം പൂണ്ട ഖുറൈശി പ്രമാണികുലങ്ങൾ. ഉഹുദിൽ പകരം പക വീട്ടിടുവാൻ അവർകൾ അണിയായി. ബദറിൽ തോറ്റുപോയി. കേവലം 313 വരുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന ഏറ്റവും വലിയ മുദ്രാവാക്യത്തിന്റെ മുമ്പിൽ അടിപതറിപ്പോയ കുഫാറുകൾ അതാ പകരം വീട്ടുന്നതിന് വേണ്ടി ഉഹുദിലേക്ക് കടന്നു വരികയാണ്. ആ ഉഹുദ് വലിയ സംഭവമാണ്. സയ്യിദു ശുഹദാ ഹംസത്തുൽ കറാർ വല്ലാത്ത ദയനീയമായ അവസ്ഥയിൽ ഷഹീദായി പോയ യുദ്ധമാണ്. ആ ഉഹുദ് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോ ചെറിയൊരു ഇജ്തിഹാദിന്റെ വ്യത്യാസത്തിൽ സ്വഹാബത്തിനെ റസൂലുള്ള ഏൽപ്പിച്ച ഡ്യൂട്ടിയിൽ നിന്ന് ചില സ്വഹാബത്തങ്ങ് പിന്മാറിയപ്പോ ആ തക്കം മുതലെടുത്തുകൊണ്ട് ശത്രുക്കൾ കടന്നു വന്ന് മുത്തുനബിയെ കൊല്ലാൻ തുനിഞ്ഞ നേരമുണ്ടായി. ചരിത്രത്തിൽ കണ്ണീരോടുകൂടെ രേഖപ്പെടുത്തി വെക്കുന്ന രംഗമാ. ഒരു സ്വഹാബി വനിതയെ കാണാ. സയ്യിദത്തുനാ ബീവി ഉമ്മു അമാറ റളിയല്ലാഹു അൻഹാ ഉഹുദിലേക്ക് കടന്നു വന്നത് യുദ്ധം ചെയ്യാനല്ല. അവിടെ വെള്ളം വേണ്ടവർക്ക് വെള്ളം കൊടുക്കാൻ, മരുന്ന് വേണ്ടവർക്ക് മരുന്ന് കൊടുക്കാൻ കടന്നു വന്ന സ്വഹാബി വനിതയായ സയ്യിദത്തുനാ ബീവി ഉമ്മു അമാറ റളിയല്ലാഹു അൻഹ നോക്കുമ്പോഴേക്ക് ശത്രുക്കൾ എന്റെ റസൂലുള്ളാഹിനെ ഇതാ കൊല്ലാനുള്ള ശ്രമത്തിലാണ്. പെണ്ണായ ബീവി ഉമ്മു അമാറ വാളെടുത്ത് ചാടുന്നു, പരിചയെടുത്തുകൊണ്ടിറങ്ങുന്നു. അവിടുന്ന് ശത്രുക്കൾ അഴിച്ചുവിടുന്ന ഓരോ വസ്ത്രങ്ങളെയും അവിടത്തെ ശിരസ് കൊണ്ട് ഏറ്റെടുക്കുന്നു, അവിടത്തെ മാറിടത്തിലേക്ക് സ്വീകരിക്കുന്നു. ശരീരത്തിൽ ധാരാളം മുറിവുകൾ വരുന്നു. കഴുത്തിലേറ്റ മുറിവ് മാറാൻ കൊല്ലങ്ങൾ എടുത്തു എന്ന് ചരിത്ര കിതാബുകളിൽ പറയുമ്പോ റസൂലുള്ള പറയുന്നതായിട്ട് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുന്നൊരു ഹദീസ് ഉണ്ട്. നബി തങ്ങൾ പിന്നീട് പറഞ്ഞു, ഉഹുദിന്റെ രണഭൂമിയിൽ ഞാൻ എന്റെ വലതുവശത്തേക്ക് നോക്കിയപ്പോ അവിടെയുണ്ട് ഉമ്മു അമാറ. ഞാൻ എന്റെ ഇടതുവശത്തേക്ക് നോക്കിയപ്പോ അവിടെയും ഉണ്ട് ഉമ്മു അമാറ. ഏത് സ്ഥലത്തേക്ക് ഞാൻ തിരിഞ്ഞാലും ഒരു ധീര പോരാളിയായി ബീവി ഉമ്മു അമാറ എനിക്ക് സംരക്ഷണം ഒരുക്കിയിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുവേ നാളെ സ്വർഗലോകത്ത് എന്റെ അയൽവാസിയായി ഉമ്മു അമാറയെ അവിടുത്തെ കുടുംബത്തെ ഒരുമിച്ച് കൂട്ടണേ എന്ന വലിയ ദുആ. ഈ ദുആയ്ക്ക് ശേഷം ബീവി ഉമ്മു അമാറ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അതിനുശേഷം ജീവിതത്തിൽ എനിക്ക് ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും അത് ബുദ്ധിമുട്ടായി എനിക്ക് തോന്നിയിട്ടില്ല എന്ന് സയ്യിദത്തുനാ ബീവി ഉമ്മു അമാറ റളിയല്ലാഹു അൻഹ